എലപ്പുള്ളി ബ്രൂവറി ജനജീവിതത്തെ ദുരിതപൂർണമാക്കും. PUSL നേതാവ് അഡ്വക്കേറ്റ് PA പൗരൻ. എലപ്പുള്ളി പഞ്ചായത്തിലെ മണ്ണുകാട് പ്രദേശത്ത് വരുന്ന കാർഷിക മേഖലയെ തകർക്കുന്ന ജലക്ഷാമം രൂക്ഷമാക്കുന്ന മദ്യനിർമ്മാണ കമ്പനി ഭൂഗർഭജലം ഊറ്റിയെടുത്തും മാലിന്യങ്ങൾ പുറന്തള്ളിയും അസഹനീയമായ ദുർഗന്ധം പരത്തിയും എലപ്പുള്ളിയിലെ ജനജീവിതത്തെ ദുരിതപൂർണമാക്കുമെന്ന് PUCL സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA പൗരൻ അഭിപ്രായപ്പെട്ടു. എലപ്പുള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച എലപ്പുള്ളി ബ്രൂവറി വിരുദ്ധ സമര ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണത്തിന്റെ ചോർച്ച ഉണ്ടാക്കുന്ന, സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഈ മദ്യത്തെ പറ്റി അദ്ദേഹം രക്ഷപ്പെടുന്നു. അത് ദുഃഖകരമാണ്. 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ കേരളത്തിലെ ബാറുകളുടെ എണ്ണം 28 മാത്രമാണ്. 28 കേരളം 28 ബാറുകൾ മാത്രമാണ് 2014 അദ്ദേഹം അധികാരത്തിൽ കയറുമ്പോൾ കയറുന്നത്. ബെവറേജസിന്റെ എണ്ണം കുറച്ചുണ്ട്. പക്ഷെ ഇന്ന് സർക്കാർ കണക്ക് പ്രകാരം 856 ബാറുകളാണ് കേരളത്തിൽ. നീലം കർഷകരെ വെള്ളക്കാരുടെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് ഗാന്ധിജി നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ സ്മരണകൾ ഉയർത്തിക്കൊണ്ടാണ് കോർപ്പറേറ്റ് കുത്തകയായ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെയുള്ള സമരം നടക്കുന്നതെന്ന് തുടർന്ന് സംസാരിച്ച നേതാക്കൾ പറഞ്ഞു. രാമശ്ശേരി ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ NAPM കൺവീനർ CR നീലകണ്ഠൻ, പഞ്ചായത്തി രാജ് മൂവ്മെന്റ് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ്, കേരള സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് T ബാലകൃഷ്ണൻ, ഭാരതപ്പുഴ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കൊച്ചുകൃഷ്ണൻ, പ്ലാച്ചിമട സമര ഐക്യദാർഢ്യ സമിതി സംസ്ഥാന ചെയർമാൻ അമ്പലക്കാട് വിജയൻ, എലപ്പുള്ളി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ S സുനിൽകുമാർ, വിളിയോടി വേണുഗോപാലൻ, TM വർഗീസ്, ഡോക്ടർ ലക്ഷ്മി R ചന്ദ്രൻ, AK ഓമനക്കുട്ടൻ, ശിവരാജൻ, അശോക് പുലാപ്പറ്റ തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ണുകാട് ബ്രൂവറി വിരുദ്ധ സമരസമിതി ചെയർമാൻ ജയകുമാർ M സ്വാഗതവും ജനറൽ കൺവീനർ സുഭാഷ് മണ്ണുകാട് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.